രാവിലെ നീറ്റാണ്ട് നമ്മൾ പുറത്തിങ്ങനെ പോയിരിക്കാൻ നല്ല രസമാണല്ലേ. അപ്പം ഞാൻ കുറച്ച് നേരം കട നിന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എൻ്റെ തുടക്കം കഴിഞ്ഞ് ഞാൻ കുളിക്കുന്നതിൻ്റെ ഏട്ടൻ നടക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ദേവന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ബീട്രൂട്ട് ഉപ്പേരും വെള്ളരിക്ക കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ഒരുപാട് ദിവസമായി വെള്ളരിക്ക പരിപ്പിട്ടിട്ട് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടൻ നടക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അത് അടുക്കളത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ചായക്കടിയിലേക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കലക്കി ദോശയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ചൂടൊക്കെ തന്നെ ചുട്ടുകൊടുക്കുക വിചാരിച്ചിട്ട് എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ദോശ ചൂടാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ ചുടുന്നത് ഏട്ടനും മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചുടുന്നത് കാരണം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏട്ടനും മക്കളെ കയ്യിൽ നിന്നൊക്കെ ഓരോ പിടി കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ എൻ്റെ വയറ് നിറഞ്ഞ് അങ്ങനെ എന്താ ചായയുടെയൊക്കെ കഴിഞ്ഞ് ദേവൂട്ടനെ റെഡിയാക്കിയിട്ട് അവൻ എന്താ സ്കൂളിലേക്ക് ബസ് കയറ്റി വിടാൻ പോവുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ അവൻ ഇറങ്ങിയേക്ക് നമ്മളെ ഏട്ടനും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏട്ടനും പോയി. ഇന്നിപ്പോൾ ആനിമോളാണ് കേട്ടോ ഗേറ്റ് അടയ്ക്കാൻ പോകുന്നത്. ഞാൻ അടച്ചോളാം പറഞ്ഞിട്ട് ആൾ പോയി അടയ്ക്കുകയാണ്. ആ ഗേറ്റ് നിന്ന് അവൾ അടയ്ക്കാന്ന് പറഞ്ഞ് ഞാൻ അടയ്ക്കാൻ പോയ രാവിലെ തന്നെ അതിൻ്റെ പേരിൽ കച്ചറ വേണ്ട വെച്ചിട്ട് അവൾക്ക് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും പോയിട്ട് പിന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് പോയത്. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇനി കുറച്ച് പാത്രം കൂടിയും കഴുകാനുണ്ട് കേട്ടോ. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കഴുകുന്നതുകൊണ്ട് ഇന്ന് കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചാടിച്ച പാത്രങ്ങൾ മാത്രം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ സിങ്കില്ലേ പാത്രം കഴുകണത് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് കലക്കി ദോശ ആയതുകൊണ്ട് ഗ്യാസ് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുന്നു. അപ്പോൾ ദോശ ചുടൽ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മൊത്തം ക്ലീൻ ആക്കിയെന്ന്. എന്നിട്ടുണ്ട് കുട്ടീനെ ബസ് കയറ്റി വിടാനൊക്കെ പോയത്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.